അസ്സലാമു അലൈക്കും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് മരണം ഹാജറായവൻ്റെ അടുക്കൽ ചെയ്യേണ്ട കാര്യങ്ങളും മയ്യത്ത് കുളിപ്പിക്കുന്ന രൂപവുമാണ് പറയേണ്ടത്. അതിൽ മരണം ഹാജറായവൻ്റെ അടുക്കൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവന് മനസ്സിൽ വരുത്തിച്ചു കൊടുക്കുക. പിന്നെ തൗബ കൊണ്ട് അവനെ തയ്യാറാക്കുക. രോഗിയാണ് മരണത്തിൽ ഏറ്റവും അടുത്ത ആള്. പിന്നെ പ്രബലമായ ഹദീസ് അനുസരിച്ച് കിബിലക്ക് നേരെ ചെരിച്ച് കിടത്തണം എന്നാണ്. പക്ഷെ അത് കയ്യിലെന്നുണ്ടെങ്കിൽ മുഖവും കാൽപാദവും കിബിലയിലേക്കാവുന്ന രീതിയിൽ കിടത്തുക. പിന്നെ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുക, യാസീൻ ഓതിക്കൊടുക്കുക. പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷകളെ മനസ്സിൽ നിറക്കുക. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൺപോളകൾ പൂട്ടിക്കൊടുക്കുക. അത് ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലുള്ളാ എന്ന് ചൊല്ലൽ സുന്നത്താണ്. പിന്നെ അവൻ്റെ തലയോട് കൂടി ഒരു ശീല കെട്ടിക്കൊടുക്കുക. ഒരു ശീല എടുത്ത് അവൻ്റെ തലയോട് കൂടി കെട്ടിക്കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഒരു നേരിയ ശീല ശരീരം മുഴുവൻ മറയുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ വയറിന് മുകളിലായിട്ട് ഇരുമ്പ് പോലത്തെ ചാവി പോലത്തെ ചെറിയൊരു ഇരുമ്പിൻ്റെ വസ്തു വയറ് വീർക്കാതിരിക്കാൻ വേണ്ടി വെക്കുക. പിന്നെ കിണപ്പുകളൊക്കെ നല്ലപോലെ മയമാക്കി കൊടുക്കുക. അത് കുളിപ്പിക്കാൻ സുഖമാവാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കിണപ്പുകളും ഭാഗങ്ങളും ഇരുത്തിയിട്ടൊക്കെ നേരെ എന്താകുന്നു, കിണപ്പുകൾ മയമാക്കി കൊടുക്കുന്നു. മയ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും കുളിപ്പിക്കാനൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താ പറയാ, ഈ മയ്യത്തിന്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇവിടെ മയ്യത്ത് കുളിപ്പിക്കുന്നതാണ് പറയാൻ പോകുന്നത്. മയ്യത്ത് ഉറപ്പായാൽ മയ്യത്തിനെ പെട്ടെന്ന് കുളിപ്പിക്കൽ സുന്നത്താണ്. പെട്ടെന്ന് ദ്രവിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന മയ്യത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുളിപ്പിക്കൽ സുന്നത്താണ്. നിർബന്ധമാണ്. പിന്നെ ഷഹീദ് അല്ലാത്ത മുസ്ലിമായ ഒരു മനുഷ്യനാണ് മരിച്ചതെങ്കിൽ അദ്ദേഹത്തെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിസ്കരിക്കലും ഫർള് കിഫായിയാണ്. ഒരാളെങ്കിലും ചെയ്താൽ നമ്മുടെ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും കുറ്റത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. കുളിയുടെ ചുരുങ്ങിയ രൂപം എന്ന് പറഞ്ഞാൽ നജസുകൾ നീക്കിയതിന് ശേഷം ശരീരം മുഴുവൻ എത്തുന്ന രീതിയിൽ വെള്ളം ഒഴിക്കലാണ്. കുളിപ്പിക്കുന്ന ആൾ നിയത്ത് വെക്കണം എന്ന് നിർബന്ധമില്ല. എങ്കിലും മയ്യത്ത് നിസ്കാരം ഹലാലാകാൻ വേണ്ടി ഞാൻ മയ്യത്തിനെ കുളിപ്പിക്കുന്നു എന്ന നിയത്ത് വെക്കൽ സുന്നത്താണ്. പരിപൂർണമായ രൂപം എന്ന് വെച്ചാൽ മയ്യത്തിനെ ഒഴിഞ്ഞ സ്ഥലത്ത് ഉയർന്ന കട്ടിലിൻ്റെ മേൽ കിടത്തണം. മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആൾ മയ്യത്തോട് കൂടെ അവിടെ ഇരുത്തണം. എന്നിട്ട് കുളിപ്പിക്കുന്ന ആളുടെ വലത് കാൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇടത് കൈ കൊണ്ട് വലത് കൈ പിരടിയിൽ വെക്കണം. ഇടത് കൈ കൊണ്ട് വയറ് നല്ലവണ്ണം തടയണം. കാരണം മയ്യത്തിന്റെ വയറ്റിലുള്ള മാലിന്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി. എന്നിട്ട് തുടർച്ചയായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നീട് മയ്യത്തിനെ നേരെ കിടത്തണം. നേരെ മയ്യത്തിന് മുൻവശവും പിൻവശവും നന്നായി കഴുകി കൊടുക്കണം. പിന്നെ ഇടത് കൈയിൽ ശീല ചുറ്റിയിട്ട് നന്നായി വൃത്തിയാക്കി കൊടുക്കുന്നു. മുൻവശവും പിൻവശവും നന്നായി വൃത്തിയാക്കി കൊടുക്കുന്നു. പിന്നെ ചൂണ്ടുവിരലിൽ കെട്ടിയിട്ട് പല്ലുകൾ നന്നായി തേച്ച് കൊടുക്കുന്നു. പിന്നെ ചെറിയ വിരലിൽ ചുറ്റിയിട്ട് മൂക്കിന്റെ ദ്വാരങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നു. പിന്നെ മയ്യത്തിനെ നേരെ കിടത്തി വുളൂ ചെയ്ത് കൊടുക്കണം. ആദ്യം മയ്യത്തിന്റെ രണ്ട് മുൻകൈകളും നന്നായി കഴുകണം. പിന്നെ വെള്ളം വായിൽ കുപ്പിളിച്ച് മൂക്കിലേക്ക് ചീറ്റണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മയ്യത്താണ്. അപ്പോൾ ഉള്ളിലേക്ക് വെള്ളം പോകാൻ പാടില്ല. അപ്പോൾ ചെരിച്ച് പിടിച്ച് വെള്ളം പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ, വല്ലാതെ വെള്ളം പുറത്തേക്ക് പോവാത്ത രൂപത്തിൽ നമ്മൾ അതിനെ ചെയ്യുന്നു. അടുത്തത് പിന്നെ കൈമുട്ട് ഉൾപ്പെടെ കഴുകി കൊടുക്കുന്നു. മുഖം കഴുകുന്നു. ആദ്യമായിട്ട് മുഖം കഴുകുന്നു.
മുഖം കയ്യതിന് ശേഷം പിന്നെ കൈമുട്ട് ഉൾപ്പെടെ സാധാരണ ജീവനുള്ള മയ്യത്തിന് ചെയ്യുന്നത് പോലെ, സാധാരണ ജീവനുള്ള മയ്യത്തിന് ചെയ്തു കൊടുക്കും പോലെ നമ്മൾ ഉദു ചെയ്തു കൊടുക്കുന്നു. പിന്നീട് താടി മുടി എന്നത് പോലത്തത് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നു, എന്നിട്ട് അതിനെ ഉണക്കുന്നു, പിന്നീട് ചെയ്യുന്നു. കുളിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം തല എന്താകുന്നു, കഴുകാൻ പോവുകയാണ്. തല കഴുകുന്നതിന് മുമ്പ് ആദ്യം വെള്ളം വഹിക്കുന്നു. വെള്ളം വഹിച്ച് എന്താ ചെയ്യുന്നത്, അത് 3 പ്രാവശ്യം സോപ്പ് തേക്കുന്നു. അത് കഴിയാൻ വേണ്ടിയിട്ട് വീണ്ടും വെള്ളം ഒഴിക്കുന്നു, പിന്നെ ശുദ്ധിക്ക് വേണ്ടി വീണ്ടും വെള്ളം ഒഴിക്കുന്നു. ഇങ്ങനെ ഒരു പ്രാവശ്യം തലയും മുഖവും കൈകലായി. ഇതുപോലെ 2 പ്രാവശ്യം ചെയ്ത് 3 പ്രാവശ്യം പൂർത്തീകരിക്കുന്നു. ഇങ്ങനെയാണ് കുളിപ്പിക്കേണ്ട രൂപം. തല നമ്മൾ കൈ കഴിഞ്ഞു. ഇനി നമ്മൾ മയ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾ കുളിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ തല തോർത്തിക്കൊണ്ട് ചീകി വൃത്തിയാക്കി അതവിടെ വെക്കുന്നു. ഇനിയും നമ്മൾ വലത് ഭാഗം, മയ്യത്തിന്റെ വലത് ഭാഗമാണ് ആദ്യമായി കഴുകാൻ പോകുന്നത്. മയ്യത്തിന്റെ വലത് ഭാഗമാണ് ആദ്യം ചെരിച്ച് കെടുത്തിയിട്ട് ആദ്യം കഴുത്ത് മുതൽ കാല് വരെ നന്നായി വെള്ളം, ശുദ്ധമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നീട് ഇടത് ഭാഗം അത് വൃത്തിയാകാൻ വേണ്ടി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇതുപോലെ വലത് ഭാഗവും നമ്മൾ ആദ്യം വെള്ളം ഒഴിക്കുന്നു, പിന്നീടും വെള്ളം ഒഴിക്കുന്നു, പിന്നീടും ശുദ്ധിയാകാൻ വേണ്ടി ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് സോപ്പ് കളയുന്നു. പിന്നീട് ഒരു ശുദ്ധീകരണത്തും കൂടി വീണ്ടും നമ്മൾ സോപ്പ് തേച്ച് എന്താവുന്നു, പൂർണ്ണമായി വൃത്തിയാക്കുന്നു. ഇനി മയ്യത്തിനെ നമ്മൾ വലത് ഭാഗം പിൻവശം കഴുകാൻ വേണ്ടിയിട്ട്, അല്ലേ, പിൻവശം കഴുകാൻ വേണ്ടി ചെരിച്ച് കിടത്തിയിട്ട് ആദ്യം പിൻവശത്തെ വലത് ഭാഗം നമ്മൾ എന്താക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, സോപ്പ് തേക്കുന്നു, പിന്നെ സോപ്പ് കളയുന്നു, ശുദ്ധീകരണാർത്ഥം ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിക്കുന്നു. ഇനി അതിൻ്റെ ഇടത് ഭാഗത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ചെരിച്ച് കിടത്തി ഈ ഭാഗം ആദ്യം വെള്ളം ഒഴിക്കുന്നു, സോപ്പ് തേക്കുന്നു, ഒരു പ്രാവശ്യം വെള്ളം ആദ്യം, പിന്നെ പൂർണ്ണ ശുദ്ധിക്ക് വേണ്ടി ഒരു പ്രാവശ്യം വെള്ളം. ഇത് മയ്യത്തിനുള്ള ഒരു കുളിയായി. ഇങ്ങനെ 2 പ്രാവശ്യം കൂടി കുളിപ്പിക്കുമ്പോൾ എത്ര കുളിയായി? 3 പ്രാവശ്യം കുളിപ്പിക്കലായി. അപ്പോൾ ഇതോടുകൂടി മയ്യത്ത് കുളി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മയ്യത്തിനെ തോർത്തലാണ്, അല്ലേ, മയ്യത്തിനെ ഒപ്പിയെടുക്കുക, വെള്ളം ഒപ്പിയെടുക്കലാണ് ചെയ്യുക. സാധാരണ മനുഷ്യർ ജീവനുള്ളവർ ചെയ്യുന്നത് പോലെ എന്താവില്ല, തോർത്തിയെടുക്കുകയില്ല, കാരണം അത് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒപ്പിയെടുക്കുന്നു. അതോടുകൂടി മയ്യത്തിൻ്റെ കുളിയിലെ മറ്റുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഈ സെഷനിൽ നമ്മൾ അവസാനിപ്പിക്കും. മാഷാ അല്ലാഹ്, നമ്മുടെ കുട്ടികൾ ഇവിടെ മയ്യത്ത് കഫൻ ചെയ്യുന്ന രൂപം അതിവിടെ കാണിച്ച് കബറിലേക്ക് അടക്കുന്ന ഇതുവരെയുള്ളതാണ് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ പുരുഷന്മാർക്ക് എത്ര വസ്ത്രമാണ് ഉപയോഗിക്കുന്നത്? 3 വസ്ത്രം. സ്ത്രീകൾക്ക് 2 തുണി, ബാക്കി 3 വസ്ത്രങ്ങളായിട്ട് ടോട്ടൽ 5 വസ്ത്രം സ്ത്രീകൾക്ക് യൂസ് ചെയ്യുന്നു. അപ്പം 3 തുണി കൊണ്ട് നമ്മൾ പുരുഷന് പൊതിയുന്നു. അതുപോലെ തന്നെ ഒരു ലങ്കോട്ടി, അത് ഷെഡിയുടെ ഭാഗമായിട്ട് പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നു, സ്ത്രീക്കും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒരു അരയുടുപ്പ് പെണ്ണിന് എക്സ്ട്രാ ഉണ്ടാകും. അതുപോലെ തന്നെ നിസ്കാര കുപ്പായം എന്ന് പറഞ്ഞ് പിന്നെ ഒന്ന് നീളത്തിലൊരു കുപ്പായവും ധരിക്കും. അതുപോലെ തന്നെ ഇതിനോടുകൂടെ ഒരു മുഖമക്കന സ്ത്രീക്ക് ധരിക്കുന്നതാണ്. പിന്നീട് സ്ത്രീക്ക് 2 തുണിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. 2 തുണി കൊടുക്കുന്നു. സ്ത്രീക്ക് 2 തുണിയും ബാക്കി ഈ പറയപ്പെട്ടതായ വസ്ത്രം കൂടി 5 വസ്ത്രം ഇപ്പം നിലവിലായി. ഇങ്ങനെ ആദ്യം ഇടതുനിന്ന് വലത്തോട്ട് വിരിക്കുന്നു, പിന്നെ വലതുനിന്ന് ഇടത്തോട്ട് വിരിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ട രൂപങ്ങൾ. അതുപോലെ പുരുഷനാണെങ്കിലാണ് 3ാമത്തെ തുണിയും കൂടി നമ്മൾ ഉപയോഗിക്കുന്നത്, അവിടെ പിടിച്ച് അടുപ്പിച്ച് വെക്കുന്നു. പിന്നീട് നമ്മൾ ഈ കെട്ടുകൾ, 3 കെട്ടുകൾ ഇവിടെ 3 കെട്ടുകൾ തലയുടെ ഭാഗത്തും അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്തുമായിട്ട് കെട്ടുന്നു. പെണ്ണാണെങ്കിൽ ഉള്ളിൽ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം നെഞ്ചിൻ്റെ ഭാഗത്ത് അവിടെ ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടി അവിടെ ഒരു കെട്ട് ഉള്ളിൽ നമ്മൾ കെട്ടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ കബറിലേക്ക് ഇറക്കുന്ന രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കബറിലേക്ക് ഇറക്കുന്നു. അതിനുശേഷം മുഖം വെളിവാക്കുന്നു. മുഖയുടെ കവിളിന്റെ ഭാഗം മണ്ണിലേക്ക് ചേരുന്ന രൂപത്തിൽ വെളിവാക്കി വെക്കുന്നു. ഓരോ അയച്ചു മാറ്റുകയും ചെയ്യുന്നു. അവസാനം മനുഷ്യന്റെ വലിയൊരു മെസ്സേജായ എന്ന് പറഞ്ഞു
കണമംഗലം പഞ്ചായത്തിലെ മേമാട്ടുപാറ ദാറുൽ ഹിക്മ മദ്രസയിലെ കുട്ടികൾ തയ്യാറാക്കിയ എക്സിബിഷനിലെ കാഴ്ചയാണ് കണ്ടത്.